ചെറുപൈകയുടെ പുത്രൻ കേരളത്തിന്റെ അഭിമാനം. ആമയിഴഞ്ചാൻ തോട്ടിൽ അകപ്പെട്ടു പോയ ജോയിയെ കണ്ടെത്താൻ 48 മണിക്കൂറോളം നിലയില്ലാത്ത മാലിന്യക്കയത്തിൽ മുങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ വിജീഷ് ചെറുപൈകയുടെ മാത്രമല്ല, കേരളത്തിനാകെ അഭിമാനമാണ്. അഗ്നിരക്ഷാസേനയിലെ അംഗങ്ങളായ വിജീഷും സഹപ്രവർത്തകരും ചേർന്നാണ് സ്വന്തം ജീവനും ആരോഗ്യ പ്രശ്നവും പരിഗണിക്കാതെ നാടിന്റെ പ്രാർത്ഥനകളെ സഫലമാക്കുവാൻ യത്നിച്ചത്. ഒടുവിൽ എല്ലാ പ്രാർത്ഥനകളെയും വിഫലമാക്കി ജോയിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ മാലിന്യമുഖത്ത് ജീവൻ പോലും വകവയ്ക്കാതെ അധ്വാനിച്ച വിജീഷിനെ പുത്തൂർ പോലീസ് ആദരിച്ചു. പുത്തൂർ SI TJ ജയേഷാണ് ആദരവ് സമർപ്പിച്ചത്. SI OP മധുവും പങ്കെടുത്തു. പാരാ റെസ്ക്യൂ സർവീസ് ചെയ്യുന്ന പ്രവർത്തിക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ വർക്കിന് മന്ത്രിമാരുൾപ്പെടെ മുഴുവൻ പേരും, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഉൾപ്പെടെ മുഴുവൻ പേരും അവരെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയുണ്ടായി. വളരെ സന്തോഷം. ഈ പറയുന്ന മുഴുവൻ പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. കാരണം 2 ദിവസം ഏറ്റവും മോശമായ സാഹചര്യത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവരെ ഈ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. വിജേഷ് പറഞ്ഞ കാര്യം തന്നെയാണ് ഓർക്കുന്നത്. അവരുടെ മുഖത്ത് ഒരു ചെറിയ നീരസം പോലും ഇല്ലാതെ എല്ലാവരും വളരെ സന്തോഷം. നിങ്ങൾ തന്നെ ചിന്തിക്കണം, ആ അഴുക്ക് വെള്ളത്തിൽ കിടന്നാണ് അവർ വെള്ളം കുടിച്ചത്. അഴുക്ക് വെള്ളത്തിൽ നിന്ന് കരയിൽ കയറിയെന്ന് ശരീരം പോലും വൃത്തിയാക്കാതാണ് അവർ ആഹാരം കഴിച്ചത്. അങ്ങനെ മുഴുവൻ 2 ദിവസത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും ആ ഒരു ജീവന് വേണ്ടി അവർ തിരയുകയായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്ത വിജേഷിനെ മാത്രമല്ല, ഒരു വലിയ ടീമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വലിയ ടീമാണ് അവിടെ പ്രവർത്തിച്ചത്. മുഴുവൻ ടീമിനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തകർ ഒത്തിരി പേരുണ്ട്. NDRF ഉണ്ട്, അതുപോലെ നേവൽ ടീമുണ്ട്, അതുപോലെ അവിടെ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളുണ്ട്, പോലീസുണ്ട്. മുഴുവൻ പേരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് ആ 2 ദിവസം എല്ലാ വാർത്താ ചാനൽ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുള്ള ഒരു സമയമാണ് ഇപ്പോഴല്ല. അവരെല്ലാം പറഞ്ഞത് മനുഷ്യസാധ്യമായ മുഴുവൻ സംഭവവും ചെയ്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെന്നല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി ചെയ്തു. അതിന് പ്രവർത്തനം നടത്തിയതിൽ ഒരാൾ വിജേഷാണ്. അതുപോലെ ആ ടീമിന് മുഴുവനും, പ്രത്യേകിച്ചും എടുത്തു പറയത്തക്ക രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത മുഴുവൻ ടീമിനും അഭിനന്ദനം അർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ സമയത്ത് ആശംസകൾ അറിയിക്കുക. നൽകാൻ ഇവിടെ എത്തിയ ഞങ്ങൾ പോലീസും ഫയർഫോഴ്സൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഒരുപാട് സ്പോട്ടുകളിൽ ഒരുമിച്ച് ജനങ്ങളുടെ ജീവന സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്നവരാണ്. അപ്പം നമ്മളെ അനുമോദിക്കാൻ മനസ്സ് കാണിച്ച പുത്തൂർ പോലീസിലെ എല്ലാ ജീവനക്കാർക്കും, പ്രത്യേകിച്ച് ജയേഷ് സാറ്, അതുപോലെ മധു സാറ്, അങ്ങനെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നന്ദി. പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെള്ളത്തിലുണ്ടാകുന്ന ഏത് വിഷയത്തിനും ഞങ്ങൾ ആദ്യം സമീപിക്കുന്നത് ഫയർഫോഴ്സിനെയാണെങ്കിലും അത് വിജേഷിനെയാണ്. ഞങ്ങളുടെ വിളി കേട്ടാൽ വിജേഷ് എത്രയും പെട്ടെന്ന് നമുക്ക് സഹായം എത്തിച്ചിരുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിജേഷിനോട് പ്രത്യേക കടപ്പാടുണ്ട്. വിജേഷിൻ്റെ സംഘവും തിരുവനന്തപുരത്തെടുത്ത പ്രവൃത്തി ശ്ലാഘനീയമാണ്. അതീവ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയ വിജേഷിനെയും വിജേഷിൻ്റെ സംഘത്തെയും പുത്തൂർ പോലീസിന് വേണ്ടി വീണ്ടും അനുമോദിക്കുകയാണ്. കല്ലടയാറ് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് പുത്തൂർ പോലീസ് സ്റ്റേഷൻ. കല്ലടയാറ്റിൽ നിരന്തരമായി ആൾക്കാർ വീഴുന്ന, ആത്മഹത്യയായാലും അല്ലാതെയായാലും ആൾക്കാർ വീണു പോകുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ഫയർഫോഴ്സിനെ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തിരക്കുന്നത് വിജേഷ് സ്ഥലത്തുണ്ടോന്നാണ്. വിജേഷ് സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ വിജേഷിനെ വിളിക്കും. എന്ന് പറയും, വിജേഷോടെ സാറേ ഒന്ന് അറിയിച്ചാൽ ഞാൻ നാട്ടിൽ എത്തി, ഒന്ന് എൻ്റെ സ്റ്റേഷനോട് അറിയിച്ചാരെന്ന് പറയും. അവർ എത്തുന്നതിന് മുമ്പ് തന്നെ വിദേശ പ്രാഥമിക ഘട്ടങ്ങളെല്ലാം അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും. ഞാൻ പുത്തൂർ വന്നിട്ട് ഏകദേശം ഒരു 10-ൽ കൂടുതൽ കേസുകൾ, 10-20ഓളം കേസുകൾ ഞങ്ങൾ ഒരുമിച്ച് വെള്ളത്തിലുള്ള കേസുകൾ അറ്റൻഡ് ചെയ്തു. മുഴുവൻ കേസും വിജയമായിരുന്നു. പറഞ്ഞാൽ ജീവനോടെ അല്ലാതെ നമുക്ക് മുഴുവൻ പേരെയും ആറ്റിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അത് പറഞ്ഞാൽ വിജേഷ് ഉൾപ്പെടുന്ന ഒരു സ്കൂബ ടീമിൻ്റെ ഗുണമാണ്. വിജേഷിനെ മാത്രമല്ല, ഞാൻ പറഞ്ഞത് സ്കൂബ ടീം എന്ന് പറയുന്നത് വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. അവർ വളരെ അതികഠിനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ്. ഇതിൻ്റെ ഒരു ബേസിക് ട്രെയിനിങ് മാത്രമാണ് ഫയർഫോഴ്സ് ഉണ്ടായിരുന്നത് എനിക്ക് ലഭിച്ചത്. അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൂക്ക് പൊട്ടി രക്തം വരും, ചെവിക്ക് പ്രശ്നം ഉണ്ടാകും. അങ്ങനെ വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലാണ് ഇവർ സ്കൂബ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലായിരുന്നു അവരുടെ ഇപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലുള്ള വർക്കായിരുന്നു. എന്നിട്ട് പോലും ഒരു നീരസവും കൂടാതെ ആ വന്ന മുഴുവൻ ആൾക്കാരും കൈമയും മറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു തരത്തിലുള്ള പോരായ്മകളും വരാതെ, ഒരു തരത്തിലുള്ള പഴികളും കേൾക്കാതെ അവർക്ക് ജോലി ചെയ്യാൻ സാധിച്ചത്. മുഴുവൻ ടീമിനെയും ഏറ്റവും സന്തോഷത്തോടുകൂടി നമ്മൾ അനുമോദിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള, എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള, എൻ്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള, എൻ്റെ നാട്ടിലെ, എൻ്റെ പുത്തൂർ പോലീസ് സ്റ്റേഷനിലുള്ള വിജേഷിനും
അവരുടെ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. അവനെ ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. സർവീസിലൂടെ പുള്ളിയായിരുന്നു കേട്ടോ. കുണ്ട്ര സ്റ്റേഷനാണ് വർക്ക് ചെയ്തത്. കുണ്ട്രയുടെ പ്രത്യേകത മറ്റേ ഇവിടുത്തെ കമ്പം ഫോട്ടോ ഉണ്ടല്ലേ മീറ്റിംഗ് റെഡി കേട്ടോ. അതുപോലെ തന്നെ സാറേ ഞങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങൾ കിണറൊക്കെ പടപ്പാരെ കിടന്ന് 120 താഴ്ച. അതിൻ്റെ നിന്ന് ഒരുപാട് പേര് എടുത്ത് മുഖ്യമന്ത്രിയുടെ മെഡലില്ലേ സർവീസിലൂടെ നഷ്ടമായിരുന്നു പോയത്. അതിന്റെ ആഗ്രഹമായിരുന്നു എസ് ഐ ആവണമായിരുന്നു. ഒരു ആഗ്രഹമായിരുന്നു അല്ലേ, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഒരുപാട് സമയം കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പഠിക്കാനൊന്നും സമയം കിട്ടില്ല. നേരത്തേക്ക് പഠിച്ചു വെച്ച അറിവുണ്ട്, ആഗ്രഹം സാധിച്ചു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ഒരുമിച്ച് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റേഷൻ വരെ തന്നെ അദ്ദേഹം വരികയും ചെയ്തു. വളരെ സന്തോഷം. ഈ അനുമോദിക്കാൻ കാണിച്ച മനസ്സിനും കേരള പോലീസിന്, കേരള ഫയർഫോഴ്സിന്റെ നന്ദി. ഒരു ചെറിയ ചടങ്ങായി പോയി. ഞങ്ങൾ വലിയ ചടങ്ങായിട്ട് സ്റ്റേഷനിൽ വെച്ച് നടത്തായിരുന്നതാണ്. വിജേഷിന് മുഴുവൻ ദിവസവും തിരക്കാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഓടി വന്നത്. നിൽക്കണേ പിന്നെ ഒരു ഫോട്ടോ നല്ലുണ്ടോ ഒന്ന് അങ്ങനെ നിന്നോ ഒരുപാട് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഞാനും വിശേഷം അടുത്ത ബസ്സിക്കണം. അതെ, പലപ്പോഴും നമ്മൾ ഈ അപകടം ഉണ്ടാകുമ്പോഴേ ആദ്യമേ ഈ സാധാ ഡ്രസ്സിലിട്ട് അവിടെ നിൽക്കുന്ന വിജീഷ. അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. പുത്തൂര് കേസില് പരിസരത്ത് എല്ലാവരും കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട, പുത്തൂര് ചുറ്റുപാടുള്ള കല്ലട കേസുകളിലൊക്കെ ആദ്യം ഓടി വരുന്നത് വിജേഷാണ്. വിജേഷ് പിന്നെ അവിടുത്തെ സാഹചര്യം അറിയിക്കും. പിന്നെ എന്നെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ് ഫയർഫോഴ്സ് വരുന്ന പറഞ്ഞാണ്. അവരത്രയും സാധനം കിട്ടിയോടെ വിജേഷ് റെഡിയാണ്. പിന്നെ അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്നുള്ളൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അന്നേരം പോകുന്നു, എത്രയും പെട്ടെന്ന് അതിനെ കണ്ടെത്തുന്നു. പിന്നെ ഒരു ഗുണമെന്നുള്ളത് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മൾ പല സ്ഥലം പറഞ്ഞു കൊടുക്കും, അവിടെ നിന്നാണ് ചാടിയത്, ഇവിടെ നിന്നാണ് ചാടിയത്. പക്ഷേ ഇവരൊരു സ്ഥലത്ത് പോകും, ആ സ്ഥലത്ത് നിന്ന് തന്നെ ആളെ കൊണ്ടുവരികയും ചെയ്യും. അത് അവരുടെ സർവീസിൻ്റെ ഗുണമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രവൃത്തി പരിചയം ഉള്ളതുകൊണ്ടായിരിക്കും. നമ്മളൊക്കെ ഇടയ്ക്ക് ഞാനും വിജേഷോടെ ജോലി പ്രവൃത്തി ആറ്റുവശ്ശേരി ഭാഗത്തുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ഹരീഷ് എന്ന് പറയുന്ന ആൾ വെള്ളത്തിൽ പോയൊരു സംഭവമാണ്. നമ്മൾ ഈ ഹരീഷ് വീണ സ്ഥലം നമ്മൾ കാണിച്ചു കൊടുത്തു, ഇന്നിടത്താണെന്ന് പറഞ്ഞു. കാരണം സാറേ അവിടെ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അടുത്ത സ്ഥലത്ത് പോയി അവിടെ നിന്ന് ആളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. അത് അവരുടെ സർവീസിൻ്റെ പ്രവൃത്തി പരിചയവും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കും. യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, അസുഖ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുഴുവൻ കാലവും ഏറ്റവും നല്ല രീതിയിൽ ഫയർഫോഴ്സിൽ ജോലി ചെയ്യാൻ സാധിക്കട്ടെ. ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബാഡ്ജ് ഓഫ് ഓണർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഒത്തിരി അവാർഡുകൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം അത്രയും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ച് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം പുത്തൂര് എന്ന് പറയുന്നൊരു സ്ഥലം വിജേഷിനെ കുറിച്ച് വലിയൊരു, എനിക്കൊന്ന് കേരളത്തിലാകുമ്പോൾ വലിയൊരു വാർത്ത ഇടയ്ക്കുണ്ടായിരുന്നു. ആ വാർത്ത കണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ചെയ്തു കൊടുത്തു. അന്നേരം അവർക്കെല്ലാം വിജേഷിനെ ഓൾറെഡി അറിയാം, ഈ സംഭവങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞ് ഇതൊന്നും വലിയ അതിശയോക്തിയായിട്ട് തോന്നുന്നില്ല. കാരണം അയാൾ ചെയ്തു വരുന്ന കാര്യങ്ങളൊന്നും എഴുതിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. വളരെ സന്തോഷം. വിജേഷിൻ്റെ ഫാമിലിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു.